ഇപ്പോൾ എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം കണ്ണൂരിലെ സാഹചര്യം എന്താണെന്ന്. സന്തോഷ്, കണ്ണൂരിൽ ഇന്ന് ഏത് അലർട്ടാണ്? ഇപ്പോൾ മഴയില്ല എന്ന് തോന്നുന്നു. സന്തോഷ്, കുടയൊന്നും ഇല്ലാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. മനു, ഗുഡ് മോർണിംഗ്. കണ്ണൂർ ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ മഴ പെയ്യുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴ പെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട്. രാവിലെ ഒരു അരമണിക്കൂർ മുമ്പ് വരെ വ്യാപകമായ രീതിയിലുള്ള ചാറ്റൽ മഴയെ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിശക്തമായിട്ടുള്ള മഴ കണ്ണൂർ ജില്ലയിൽ ഏതായാലും ഈ റെഡ് അലർട്ടിൻ്റെ ഉള്ളത് ഒരു നിലനിൽക്കുന്ന ജില്ല എന്നുള്ള രീതിയിൽ ഇതുവരെയും ഒരു തീവ്ര മഴ കണ്ണൂർ ജില്ലയിൽ അനുഭവപ്പെട്ടിട്ടില്ല. അതേസമയം തന്നെ ഈ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾക്കും അങ്കണവാടികൾക്കുൾപ്പെടെ ട്യൂഷൻ സെൻ്ററുകൾക്കുൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നാണ് കളക്ടറുടെ അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കണ്ണൂർ ജില്ലയുടെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് മലയോര മേഖലയിലെല്ലാം തന്നെ മണ്ണിടിച്ചിലിനും മറ്റും സാധ്യതയുള്ള ഈ കനത്ത മഴയുണ്ടാകുമ്പോൾ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ മേഖലയിൽ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയുണ്ട്. കണ്ണൂർ ജില്ലയിൽ തീരദേശ മേഖലയിലും ഈ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഒരു നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ്. ഇതുവരെയും ഒരു പൂർണ്ണമായും ഒരു തെളിഞ്ഞ കാലാവസ്ഥയിലേക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും അതിശക്തമായ മഴ പെയ്യാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. മനു, ശരി, ഏതായാലും സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലും ഈ പറയുന്നത് പോലെ മഴ പെയ്തും ഒപ്പം തന്നെ ചില സമയങ്ങളിൽ പെയ്യുന്നു, ചില സമയങ്ങളിൽ പെയ്യാതിരിക്കുന്നു. അതാണ് ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന റെഡ് അലർട്ടും കാര്യങ്ങളുമൊക്കെ അലർട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്.